ഈ വേടന്റെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്ന ആളുകളുണ്ട്. പാട്ട് കേൾക്കുന്നതൊക്കെ ആരും മനസ്സിലായുള്ള ബോയ്ക്കോട്ട് കാര്യം. ചെയ്യുന്നില്ലല്ലോ. ആരും ബോയ്ക്കോട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും. സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ കേസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ ദിലീപിന്റെ കേസാണ് നമുക്ക് അറിയാം. ഈ 8 വർഷത്തോളം കാലം നമ്മൾ ഇതിന്റെ ബാക്കിൽ തന്നെയായിരുന്നു. പക്ഷെ വേടന്റെ കേസ് എന്താണ് എന്ന് പലർക്കും ഇതുവരെ അറിയില്ല. വേടൻ നിരപരാധിയല്ലേ എന്ന് പറയുന്ന വളരെ ഇന്നസെന്റ് ആയി ചോദിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. വേടന്റെ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്താണ് ആ കേസ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കേസിന് വേണ്ടി ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ആ കേസില് വിക്ടിംസിന്റെ എണ്ണം ഒന്നൊന്നുമല്ല. അതൊരു എന്താ പറയാ, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടൊരു വാക്കാണ് പ്രെഡേറ്റർ, സെക്ഷൽ പ്രെഡേറ്റർ. ഒരു ഇതല്ല, ഒരു ഒറ്റ ആളല്ല ഉള്ളത്. എനിക്ക് ഇത് അതിജീവിത മീൻസ് വിക്ടിംസിന്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ ഒരു ചാനലിൻ്റെ അടുത്തോ ഒരു മീഡിയയുടെ മുമ്പിലോ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫാക്റ്റ് എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ കേസിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും മനസ്സിലാവുന്നത് ഹാബിച്വൽ ഒഫൻഡറാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെ എഴുതിയ ശരിയാണ്, അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്, നല്ല രീതിയിൽ അയാൾ പാട്ടുകൾ പാടും, എഴുതും, എല്ലാം ചെയ്യും. പക്ഷെ ഇത്തരം ഒരു ട്രീറ്റ്മെന്റ് കിട്ടേണ്ട വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സിനിമാ നടനുണ്ടല്ലോ, കുട്ടികളെ കാണുമ്പോഴത്തേക്കും അപ്പോൾ അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുള്ള വ്യക്തിയായിട്ടാണ് ആസ് എ പേഴ്സൺ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് വേണ്ടത്. എനിക്ക് അതിൻ്റെ കൂടുതലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വേടന്റെ കേസില് ഈ ഉഭയസമ്മത പ്രകാരമാണ് ഇത് നടന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വാഗ്ദാനം നൽകിയിട്ടുള്ള യൂസാണ്, വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള യൂസാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. രാഹുലിന്റെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ അവർ പറയുന്നത്. രാഹുലും വേടനും തമ്മിൽ എന്താണ് ഇത്രയ്ക്കൊരു ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.